ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് പാല് ചേർക്കുന്നില്ല, പഞ്ചസാര ചേർക്കുന്നില്ല, ഇതൊന്നുമില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. തലേദിവസം വെള്ളത്തിലിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. ഇനി വേണ്ടത് ചിയാ സീഡ്സ് ആണ്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ചിയാ സീഡ്സ് വെച്ചിട്ട് കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചിയാ സീഡ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ചിയാ സീഡ്സ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. 8 ഡേറ്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. ഡേറ്റ്സിലാണെങ്കിൽ അയേണും ഫൈബറും എല്ലാം നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. ഹാർഡായിട്ടുള്ള ടൈപ്പ് ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ച് സമയം അത് വെള്ളത്തിലിട്ടതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ബദാം നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം തൊലിയെല്ലാം കളയാൻ പാകമായിട്ടുണ്ട്. നമ്മളിത് പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ അടർന്നു കിട്ടും. ഇനി വെള്ളത്തിലിടാൻ മറന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ 1 കപ്പ് ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴമായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. 2 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുകളഞ്ഞ് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ്. അതിനുശേഷം ബദാം തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡാണെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം മതിയാവില്ല, കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ആദ്യമേ തന്നെ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബദാം ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ 1 പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അരച്ചെടുക്കാം. 2ാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അരച്ചപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. 1 കപ്പ് കൂടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് പാല് തീരെ ഒഴിക്കാത്തത് കൊണ്ടാണ് ബദാം ഇത്രയും കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ അരക്കലെല്ലാം കഴിഞ്ഞു. ഇനി ഇത് വലിയൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ വലിയ ജാർ എടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗ്രേപ്സ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഗ്രേപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നല്ല മധുരമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്ത നേന്ത്രപ്പഴത്തിൻ്റെയും ഡേറ്റ്സിൻ്റെയും എല്ലാം മധുരം ഇതിനുണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി പഞ്ചസാര തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇട്ട് കൊടുക്കുന്നത് കുതിർന്ന് വന്നിട്ടുള്ള ചിയാ സീഡ്സ് ആണ്. നമ്മൾ നേരത്തെ അത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം പാകത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആപ്പിൾ അരിഞ്ഞതാണ്. 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഇതിനകത്തേക്ക് പാല് തീരെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് ആരും അറിയത്തില്ല. കാരണം നമ്മളിവിടെ ബദാം കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. നേന്ത്രപ്പഴവും ഡേറ്റ്സും എല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ ഇത് കഴിച്ചു പോവും. അത്രയും ടേസ്റ്റാണ് ഇതിന്. പിന്നെ അത് മാത്രമല്ല, പഴം പഴുത്തു കൂടിയാലും നമ്മൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഗ്രേപ്സ് അരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്ത അരിഞ്ഞതും ബദാം അരിഞ്ഞതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്